കൊന്നിച്ചോ മിനസാൻ അങ്ങനെ വൺ പീസിന്റെ ചാപ്റ്ററായുള്ള 1190ന്റെ ബ്രീഫായുള്ള സ്പോയിലേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിന് ശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സ്പോയിലറാണ്, അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു ചാപ്റ്ററാണ് ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസ് ആകാനായിട്ട് പോകുന്നത്. ബിക്കോസ് കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം നമ്മുടെ ലൂഫിനെ ഇമു നശിപ്പിച്ചാണ് ഇട്ടിരുന്നത്. സോ ഇനി എന്ത് സംഭവിക്കുന്നു നോക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ സ്പോയിലേഴ്സ് വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തിയേക്കണം. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്ഥിരമായിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ ടൈറ്റിലിന്റെ പേര് ദ പേഴ്സൺ ഹൂസ് ഡെത്ത് വുഡ് മേക്ക് പീപ്പിൾ ഹാപ്പി എന്നാണ്. ആൻഡ് ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്തെ തന്നെ ഗബൻ ലൂഫിയുടെ പറയുന്നുണ്ട് അവൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റിങ് ആണ്. അവനെ ഒരു കിളവൻ രക്ഷിക്കേണ്ടി വന്നു, അതൊരു ഇഞ്ചുറിയുള്ള കിളവൻ രക്ഷിക്കേണ്ടി വന്നു. പിന്നെ ഈ പൈരറ്റ് കിങ് എന്ന് പറഞ്ഞത് അവന്റെ മരണം ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷിക്കുന്നതാണ്. കാര്യം ആ ഒരു ത്രോണിലേക്ക് അവർക്ക് കയറി ഇരിക്കാൻ ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. സോ നിനക്ക് ഒരു പൈരറ്റ് കിങ് ആകണമെന്നുണ്ടെങ്കിൽ, മര്യാദക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ, കംഫർട്ടബിളി താമസിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് നമ്മുടെ ലൂഫിയുടെ അടുക്കെ ഗബാൻ പറയുന്നുണ്ട്. ആൻഡ് ഈ കാര്യം പറഞ്ഞതിന് ശേഷം നമ്മുടെ ഗബാൻ ലൂഫിനെടുത്ത് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. അതിനുശേഷമാണ് അവരുടെ, അതായത് ഗവാനും ഇമുവും തമ്മിലുള്ള ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതേ സമയം ഇമു ആട്ടെ ഒരു ജാപ്പനീസ് സോൾ എടുക്കുന്നുണ്ട്. ആ സോളിന്റെ പേര് ബോൺ ഈറ്റർ എന്നാണ്. അത് യൂസ് ചെയ്ത് ഗബാനുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗബാൻ അവൻ്റെതായ നെയിംഡ് അറ്റാക്ക് ഒക്കെ യൂസ് ചെയ്ത് ആ സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അണ്ടർ വേൾഡിലേക്ക് വീഴുകയും ചെയ്തു. ആൻഡ് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ഗബാൻ ആലോചിക്കുന്നുണ്ട്. അതായത് ഗബാൻ ഓർക്കുന്നൊരു കാര്യമാണ് അവന്റെ ക്രൂമേറ്റ്സും റൈവൽസും, അതായത് റോജർ, റൈലി, ഓഡൻ, ഷാങ്സ്, ക്രോക്കസ്, വൈറ്റ് ബിയർഡ്, ഇവരെല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇവരെല്ലാവരും ഇത്ര നാൾ കാത്തിരുന്ന വ്യക്തിയാണ് നമ്മുടെ ലൂഫി എന്ന് പറയുന്നത്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ അവസാനം നമ്മുടെ ഗബാൻ നിലത്ത് കിടക്കുകയാണ്. ആൻഡ് അവന്റെ ഇടത്തേക്ക് ഇമു പൂർണ്ണമായിട്ടും അറുത്ത് മാറ്റിയിരുന്നു. ലൂഫി ആട്ടെ ഇത് കണ്ട് ഷോക്ക് ആയിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ആൻഡ് ഇനി എന്ത് സംഭവിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കേണ്ടതാണ്. ബിക്കോസ് നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണ്.